എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി മെറിറ്റ് കോട്ട, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട, അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നിവയിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മെറിറ്റ് കോട്ടയിലും അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും പ്രവേശനം ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നും നാളെയുമായിട്ടാണ് അഡ്മിഷൻ നേടുന്നതിനായിട്ട് സാധിക്കുക. അതുപോലെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അഡ്മിഷൻ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. നമുക്ക് ആദ്യം തന്നെ ഓരോ കോട്ടകളുടെ കാര്യം കൂടി നമുക്ക് നോക്കാം. അതായത് ഈ ഒരു മെറിറ്റ് കോട്ടയുണ്ട്. അത് മെറിറ്റ് കോട്ട എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ വിദ്യാർത്ഥികളും അപ്ലൈ ചെയ്ത ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS വഴി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കോട്ടയാണ് മെറിറ്റ് കോട്ട എന്ന് പറയുന്നത്. അതിനുശേഷം അടുത്തത് എന്ന് പറയുന്നത് സ്പോർട്സ് കോട്ടയാണ്. സ്പോർട്സ് കോട്ട നിലവിൽ അതിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല. അത് തേർഡ് അലോട്ട്മെൻറ്റിനോടൊപ്പമായിരിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റ് സ്പോർട്സ് കോട്ടയിലേത് വരിക. അതിനുശേഷം അടുത്തത് കമ്മ്യൂണിറ്റി കോട്ടയാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട, അടുത്തത് മാനേജ്മെൻറ്റ് കോട്ടയാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് കോട്ട, അടുത്തത് VHSE ആണ്. അപ്പോൾ VHSE, അപ്പോൾ ഈ ഒരു നാലും ഹയർ സെക്കൻഡറിയുടെ കീഴിലാണ് വരുന്നത്. VHSE മാത്രം സെപ്പറേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് VHSEയിലും HSEയിലും രണ്ടിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള സ്കൂള്, കോഴ്സ് എന്നിവ അനുസരിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിൽ ഏറ്റവും മികച്ചത് ഏതാണ്, നിങ്ങൾക്ക് ഏതാണ് എവിടെയാണ് താല്പര്യം എന്നുള്ളതനുസരിച്ച് അഡ്മിഷൻ എടുക്കുക. കാരണം ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അടുത്തത് ക്യാൻസൽ ആവും, അടുത്തത് എടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തേത് ക്യാൻസൽ ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതായത് ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഏത് കോഴ്സാണോ അവിടേക്ക് മാറുക. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഹയർ സെക്കൻഡറിയിൽ കിട്ടിക്കഴിഞ്ഞാൽ, അതുപോലെ ഹയർ സെക്കൻഡറിയിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ചില വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ എടുത്ത ശേഷം പിന്നീട് വരും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് പോകണമായിരുന്നു എന്നുള്ളത്. ചില വിദ്യാർത്ഥികൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ എടുത്ത ശേഷം പിന്നീട് വരും എനിക്ക് ഹയർ സെക്കൻഡറി ആയിരുന്നു വേണ്ടിയിരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ പഠിക്കാൻ താല്പര്യം, ഏത് കോഴ്സാണ് പഠിക്കാൻ താല്പര്യം, ആ ഒരു കോഴ്സാണോ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതനുസരിച്ച് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഹയർ സെക്കൻഡറിയുടേത് മാത്രം നോക്കാം. ഹയർ സെക്കൻഡറിയിൽ ആണെങ്കിൽ മെറിറ്റ് കോട്ട, സ്പോർട്സ് കോട്ടയുണ്ട്, അതുപോലെ കമ്മ്യൂണിറ്റി കോട്ടയുണ്ട്, അതുപോലെ മാനേജ്മെൻറ്റ് കോട്ടയുണ്ട്. നിലവിൽ മെറിറ്റ് കോട്ടയും കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുമുള്ള പ്രവേശന നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയായിരുന്നാലും മാനേജ്മെൻറ്റ് കോട്ടയായിരുന്നാലും അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കോഴ്സിൽ മാത്രം വിദ്യാർത്ഥികൾ വീണ്ടും പഠിക്കേണ്ടതായിട്ട് വരും. അതായത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ കിട്ടുന്ന കോഴ്സോ സ്കൂളോ മാറ്റാനായിട്ട് സാധിക്കില്ല. കോഴ്സ് മാത്രം മാറുന്നതിനായിട്ട് ജസ്റ്റ് കോഴ്സ് ട്രാൻസ്ഫർ അവസരം നൽകാറുണ്ട്. അതായത് സ്കൂളിൽ നിന്ന് മറ്റൊരു കോഴ്സിൽ ആ ഒരു നിലവിലെ ആ ഒരു കോട്ടയിൽ സീറ്റ് ബാക്കിയുണ്ടെങ്കിൽ അതിലേക്ക് മാറുന്നതിന് വിദ്യാർത്ഥികൾക്ക് ഒരു അവസരം നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറുന്നതിനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ ആ ഒരു നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് അപേക്ഷ നൽകിയാൽ മതിയാകും. ഇനി മെറിറ്റ് കോട്ടയും സ്പോർട്സ് കോട്ടയുമാണ്. അപ്പോൾ ഈ ഒരു മെറിറ്റ് കോട്ടയും സ്പോർട്സ് കോട്ടയിലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകും. അപ്പോൾ ട്രാൻസ്ഫറിന് പങ്കെടുക്കാൻ സാധിക്കുന്നത് ഈ ഒരു മെറിറ്റ് കോട്ടയിലും സ്പോർട്സ് കോട്ടയിലും അലോട്ട്മെൻറ്റ് നേടുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്കോ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് മാത്രവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് മാത്രവുമാണ് ട്രാൻസ്ഫർ ഉള്ളത്. അല്ലാതെ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്കോ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ നിലവിൽ മെറിറ്റ് കോട്ടയിലും കമ്മ്യൂണിറ്റി കോട്ടയിലുമാണ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥിക്ക് മെറിറ്റ് കോട്ടയിലും അലോട്ട്മെൻറ്റ് ഇപ്പോൾ ലഭിച്ചു, അവരുടെ ടെമ്പററി അഡ്മിഷൻ എടുത്തു. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങളുടെ റാങ്ക് 1 കരുതുക, നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കോൺടാക്ട് ചെയ്തു അഡ്മിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എവിടെ അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് കൺഫ്യൂഷനിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിന് തന്നെയാണോ, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സ്കൂൾ തന്നെയാണോ എന്നുള്ളത് ആ ഒരു കാര്യം ആദ്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം ചില വിദ്യാർത്ഥികൾക്ക് സയൻസ് പഠിക്കാനായിരിക്കും താല്പര്യം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് കൊമേഴ്സാണ് കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടുന്നതെങ്കിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടാവില്ല. അതുപോലെ തന്നെ മെറിറ്റ് കോട്ടയിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് സയൻസ് ആയിരിക്കാം. അപ്പോൾ ഇതിൽ എവിടെയാണോ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നത് അവിടെ അഡ്മിഷൻ എടുക്കുക. കാരണം ഒന്നിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റേത് ക്യാൻസൽ ആയിപ്പോകും. അതായത് നിങ്ങൾക്ക് മെറിറ്റിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് കരുതുക, കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾ അഡ്മിഷനായിട്ട് ക്ഷണിച്ചു, അതായത് അഡ്മിഷനായിട്ട് വിളിച്ചു എന്ന് കരുതുക. അപ്പോൾ രണ്ടിൽ ഏതെങ്കിലും ഒന്നെടുക്കുന്ന സമയത്ത് മറ്റേത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയിപ്പോകും, അതായത് ക്യാൻസൽ ആയിപ്പോകും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ എനിക്കിപ്പോൾ മെറിറ്റ് കോട്ടയിൽ എനിക്കിപ്പോൾ കൊമേഴ്സാണ് കിട്ടിയതെന്ന് കരുതുക. എനിക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ ഞാൻ അപേക്ഷിച്ചപ്പോൾ എനിക്ക് സയൻസ് കിട്ടിയെന്ന് കരുതുക. എനിക്ക് ഒരു ബയോളജി സയൻസ് ഇഷ്ടമാണ്, അതുപോലെ ഈ ഒരു സ്കൂളും ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇവിടെ അഡ്മിഷൻ നേടാം. അപ്പോൾ ആദ്യത്തേത് ക്യാൻസൽ ആയിപ്പോകും. ഇനി അടുത്തൊരു ഉദാഹരണം നമുക്ക് നോക്കാം. എനിക്കിപ്പോൾ മെറിറ്റ് കോട്ടയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഹ്യൂമാനിറ്റീസ് അല്ല, എനിക്കവിടെ ബയോളജി സയൻസ് ആണ് വിചാരിക്കുക. അതായത് ബയോളജി സയൻസ് ആണ് കിട്ടാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്, ബയോളജി സയൻസ് കിട്ടി. എനിക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടിയത് ഹ്യൂമാനിറ്റീസ് ആണ് എന്ന് കരുതുക. അപ്പോൾ ഞാൻ എവിടെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, എനിക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനായിട്ട് താല്പര്യമുള്ള കോഴ്സ് എവിടെയാണോ കിട്ടിയത് അവിടെയാണ്, അതായത് മെറിറ്റ് കോട്ടയിലാണ് ഞാൻ അഡ്മിഷൻ എടുക്കുക. കാരണം എനിക്ക് പഠിക്കാൻ താല്പര്യം ബയോളജി സയൻസ് ആയതുകൊണ്ട് ആ ഒരു മെറിറ്റ് കോട്ടയിൽ കിട്ടിയതുകൊണ്ട് ആ ഒരു മെറിറ്റ് കോട്ടയിൽ അഡ്മിഷൻ എടുക്കുന്നു. അപ്പോൾ ഇവിടെയുള്ള കമ്മ്യൂണിറ്റി കോട്ട ക്യാൻസൽ ആയി പോകുന്നു. അപ്പോൾ മെറിറ്റ് കോട്ടയിൽ ഞാൻ അവിടെ അഡ്മിഷൻ നേടുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഏത് കോഴ്സാണ് പഠിക്കാൻ താല്പര്യം, അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അടുത്തൊരു ഉദാഹരണം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ മെറിറ്റ് കോട്ടയിൽ എനിക്കിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് കിട്ടിയതെന്ന് കരുതുക.
അപ്പോൾ എനിക്കിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ എന്നോട് വിളിച്ച് എനിക്ക് അലോട്ട്മെൻറ്റ് ഹ്യൂമാനിറ്റീസിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. അതായത് അവിടെ അഡ്മിഷൻ നേടാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു എന്ന് കരുതുക. അപ്പോൾ ഇവിടെ കമ്മ്യൂണിറ്റി കോട്ടയിൽ എനിക്ക് ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്, മെറിറ്റിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് കിട്ടിയത് എന്ന് കരുതുക. എനിക്ക് പഠിക്കാൻ താല്പര്യം കമ്പ്യൂട്ടർ സയൻസ് ആണെന്ന് കരുതുക. അപ്പോൾ ഇവിടെ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ ഹ്യൂമാനിറ്റീസ് ആയതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിനുള്ള അവസരമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എവിടെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്? ഞാൻ മെറിറ്റ് കോട്ടയിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഓപ്ഷനായിട്ട് ലഭിച്ചത്. അവിടെയാണ് ഞാൻ അഡ്മിഷൻ നേടുക. കാരണം അവിടെ എനിക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു സയൻസിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ ഹ്യൂമാനിറ്റീസ് കിട്ടിയതുകൊണ്ട് ജസ്റ്റ് എനിക്ക് അങ്ങോട്ടേക്ക് മാറാനുള്ള, അതായത് കമ്മ്യൂണിറ്റി കോട്ടയിൽ ട്രാൻസ്ഫർ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് മറ്റൊരു കോഴ്സിലേക്ക് മാറാനുള്ള അവസരം, അതായത് അവിടെ സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ഫറിനുള്ള അവസരമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ ആ ഒരു സീറ്റ് ഞാൻ എടുക്കില്ല. അതിന് പകരം മെറിറ്റ് കോട്ടയിൽ അഡ്മിഷൻ നേടും. കാരണം മെറിറ്റ് കോട്ടയിലാണെങ്കിൽ ട്രാൻസ്ഫറായി എനിക്ക് ആ ഒരു കോഴ്സ് മാറുന്നതിനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ആ ഒരു മെറിറ്റ് കോട്ടയിലാണ് അഡ്മിഷൻ നേടുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് എവിടെയാണോ കിട്ടിയിട്ടുള്ളത് അവിടെ നിങ്ങൾ അഡ്മിഷൻ നേടുക. അതേസമയം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സീറ്റാണ് അല്ലെങ്കിൽ കോഴ്സാണ് കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടിയതെങ്കിൽ നിങ്ങൾ മെറിറ്റ് കോട്ടയിൽ അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് എവിടെയാണോ പഠിക്കാൻ താല്പര്യം, അതുപോലെ താല്പര്യമുള്ള കോഴ്സാണെങ്കിൽ മാത്രം നിങ്ങൾ പോയിട്ട് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ താല്പര്യമില്ലാത്ത കോഴ്സാണ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടുന്നതെങ്കിൽ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതില്ല. അപ്പോൾ ഇക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മെറിറ്റ് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിനോട് അടുത്തൊരു കോഴ്സാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞതുപോലെ കമ്മ്യൂണിറ്റി കോട്ടയിൽ എനിക്കിപ്പോൾ ഹ്യൂമാനിറ്റീസ് കിട്ടി, മെറിറ്റ് കോട്ടയിൽ എനിക്ക് ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് കിട്ടി. അപ്പോൾ ഞാൻ അഡ്മിഷൻ എടുക്കുന്നത് എനിക്ക് സയൻസാണ് പഠിക്കാൻ താല്പര്യം ഉള്ളത് എന്നുള്ളത് കൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് ആണ് ഞാൻ എടുക്കുക. കാരണം എനിക്കൊരു ട്രാൻസ്ഫർ കോഡിന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ബയോളജി സയൻസിലേക്ക് മാറ്റം ലഭിക്കും. അപ്പോൾ ഇവിടെയുള്ള ഹ്യൂമാനിറ്റീസിൽ എടുക്കാത്തതുകൊണ്ട് അവിടുത്തേത് ക്യാൻസലാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന ആ ഒരു സ്കൂൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള സ്കൂളാണോ കോഴ്സാണോ എന്നുള്ളതനുസരിച്ച് മാത്രമേ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ നേടാവൂ. കാരണം കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ മെറിറ്റ് കോട്ടയിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന അലോട്ട്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് ആലോചിച്ച് എവിടെ അഡ്മിഷൻ എടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. കാരണം ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് മറ്റേടത്തേത് ക്യാൻസലായി പോകും. മറ്റേ സ്ഥലത്ത് എടുക്കുന്ന സമയത്ത് ഇപ്പുറത്തേത് ക്യാൻസലാവും. അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഒരു സ്ഥലത്ത് മാത്രമേ, അതായത് നിലവിൽ നിങ്ങൾക്ക് 2 സ്ഥലത്തും അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 വിഭാഗത്തിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അഡ്മിഷനുള്ള അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ കൂടുതൽ താല്പര്യമുള്ളത്, ഏത് കോഴ്സാണ് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളത് അവിടെ അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. നിലവിൽ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ള അവസരമുണ്ട് മെറിറ്റ് കോട്ടയിലായാലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലായാലും. എന്നാൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ വിദ്യാർത്ഥികൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.